ഹായ്! മരണപ്പോരാട്ടവുമായി അങ്കണത്തിലിറങ്ങിയിരിക്കുകയാണ്. തീപ്പൊരി പാറുന്ന വാശിയോടെയാണ് ഇന്ന് മ്യൂസിക് ചെയർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആര് ജയിക്കും? ആര് തോക്കും? അതിനിടയിൽ ഈ രാഷ്ട്രീയക്കാർ സമരപ്പന്തലിൽ കിടക്കുന്നത് പോലെ ഒരു കൊച്ചിരിക്കുകയാണ്. ജീവൻ പോയാൽ മാറത്തില്ല. നിരുപദ്രവകാരിയായ കൊച്ചവിടെ തന്നെ ഇരുന്നോട്ടെ. ആ തോൽവി എന്ന് പറയുന്നത് നമ്മുടെ ഡിക്ഷണറിയിൽ പോലുമില്ല. അതുകൊണ്ട് ജയം നമുക്കുള്ളതാണ്. നമുക്ക് നോക്കാം ആര് ജയിക്കും. ദാണ്ടെ ഡെഫി ജയിച്ചു. ഇനി കിട്ടുന്നതോ ഒരൊറ്റ മുട്ടായി. ഇനി അടുത്തതായിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം. അത് പേപ്പർ പുറകിൽ പിടിച്ച് കൈകൊണ്ട് ഉണ്ടാക്കണം. ഡെയിൻ ജയിച്ചിരിക്കുകയാണ്. ഇതാണ്ടേ അടുത്ത കളി വന്നു കഴിഞ്ഞു. shoulders, knees, shoulders, toes. മത്സരം ആരംഭിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ, എല്ലാവരും വളരെ ആവേശത്തിലാണ്. ആദ്യം മുതൽ തന്നെ ശക്തമായ പോരാട്ടം നടക്കുകയാണ്. എല്ലാവരും വലിയ ജാഗ്രതയിലുമാണ്. അതിവേഗമാണ് മത്സരം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മികച്ച നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. എതിർ ടീമിന് സമ്മർദ്ദം വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നമ്മുടെ ഡിക്ഷണറിയിൽ തോൽവിയില്ലല്ലോ. കൊച്ചു പിച്ചടച്ച് എല്ലാവരും അങ്കണത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇരു ടീമുകളും ശക്തമായ പ്രതിരോധവും കൃത്യമായ ആക്രമണവും കാഴ്ചവെക്കുന്നുണ്ട് കേട്ടോ. അതിന് രണ്ട് കുഞ്ഞ് സെക്യൂരിറ്റികളെ അവിടെ നിർത്തിയിട്ടുമുണ്ട്. അങ്ങനെ കാണികൾ വെപ്രാളത്തോടെ ഇരിക്കുമ്പോഴത്തേക്കും കളിക്കാർ ആവേശത്തിൽ മുങ്ങി ഇതാണ്ട് ഓരോ ഗെയിമും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ പിഴവ് മതി, കളിയുടെ ഗതി മാറും, പോയിന്റുകൾ നഷ്ടമാകും. അതുകൊണ്ട് എല്ലാവരും വളരെ സൂക്ഷ്മതയോടെയാണ് കളിച്ച് ആവേശത്തിൽ മുന്നോട്ട് നീങ്ങുന്നത്. ആദ്യം മുതലുള്ള ആവേശം ഇപ്പോഴും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരും പിന്മാറിയിട്ടില്ല, വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ല. ഓരോ കളിയിലും ആരെയാണ് തോൽപ്പിക്കേണ്ടത്, ആർക്കാണ് പോയിന്റ് കിട്ടാതെ വരേണ്ടതെന്നുള്ളതിലാണ് ജഡ്ജസ് വളരെ വിഷമത്തിലാണ്. ഈ വർഷത്തെ കലാതിലകം പട്ടം ആർക്ക് കൊടുക്കും? എന്തായാലും അതിനുള്ള ഹർജികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ആ കളിക്കാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. അവർക്ക് എങ്ങനെയെങ്കിലും കലാതിലകം പട്ടം വേണം. അങ്ങനെ കളി അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ശ്വാസം പിടിച്ച നിമിഷമാണ്. ഒരു രക്ഷയുമില്ല. വളരെ സാഹസികമായിട്ട് ഓരോ കളികളും മുന്നേറുകയാണ്. ഇതാണ്ട് വലിക്കട ഹൈലേസ, വലിക്കട ഹൈലേസ, നമ്മൾ തടി കയറ്റുമ്പോഴൊക്കെ അല്ലേ കേട്ടിരിക്കുന്നത്. ഇതാണ്ട് അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കളി അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇനി അവസാനമായിട്ട് മുട്ടായി സ്പൂണിൽ കടിച്ച് ക്ലാസ്സിലിടണം. ജഡ്ജസ് വളരെ വിഷമത്തിലാണ്. സെക്കൻഡുകളുടെ മാറ്റത്തിലാണ് ഈ കലാതിലകം പട്ടം പോകാനിരിക്കുന്നത്. അതുകൊണ്ട് അത് എല്ലാവരും വളരെ ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങിയാണ്. അങ്ങനെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ വർഷത്തെ കലാതിലകം പട്ടം ആർക്കാണെന്നുള്ളത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വേറെ ആർക്കുമല്ല, ഡെയിനിനാണ്. ഡെയിൻ